പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 17. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വേവ്സ്? അപ്പോൾ വേവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വേവ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ആർ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ഓഫ് വേവ്. ഇതിൽ കുറേ ടേം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് കേട്ടിട്ടുണ്ടാവും അല്ലേ, പീരീഡ്, ഫ്രീക്വൻസി ഒക്കെ. അപ്പോൾ നമുക്ക് ഈ 5 പോയിൻ്റാണ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഓരോന്നും എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. അവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ വേവ് ഈസ് ഡെപ്പിക്റ്റഡ്. ഒരു വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഫിഗർ 1.11. അതായത് അവിടെ ആ ഗ്രാഫ് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും കാണിച്ചിട്ടുള്ള ഗ്രാഫാണ്. 0 എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ 1.5 വരെ എത്തുന്നുണ്ട്. ദെൻ അവിടെ ABCD എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാർക്കിങ്സും കാണാം. F വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ ദ ഫിഗർ വിച്ച് ആർ ദ പോയിൻറ്റ്സ് വിത്ത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ വേവ്. അതായത് ഇതൊരു വേവിൻ്റെ ഫിഗറാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വേവിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ സെൻട്രലിലൂടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈന്, ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കുന്ന പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് ആ ഫിഗർ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും ഹൈറ്റിലുള്ളത് ടോപ്പ് ഭാഗം എന്ന് മാത്രമല്ല പറയുന്നത്, മുകളിലും താഴെയും കൺസിഡർ ചെയ്യുക. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A, C ആൻഡ് E, ഈ 3 പോയിൻറ്റുമാണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്നത്. ദെൻ വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്? അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണെന്ന്. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്റ്റൻസിനാണ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ A എന്ന പോയിൻ്റ് കാണുന്നത് 0യിൽ നിന്ന് ആ ഗ്രാഫിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് 2 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം ഹൈറ്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഒരു ഗ്രാഫ് തന്നിട്ട് ആംപ്ലിറ്റ്യൂഡ്, പീരീഡും ഫ്രീക്വൻസിയും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ കൃത്യമായിട്ട് ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ടാവും. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കി നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ദെൻ പീരീഡ്, ഇവിടെ സൈഡിലൊരു സൈക്കിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് എന്താ സൈക്കിൾ. എ സൈക്കിൾ ഈസ് വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ വേവ് മോഷൻ. ഒരു വേവ് മോഷനിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു കംപ്ലീറ്റ് ഓസിലേഷനാണ് നമ്മൾ എന്ത് പറയുക, ഒരു സൈക്കിൾ എന്ന് പറയാം. ഒരു ക്രസ്റ്റും ഒരു ട്രഫും അടങ്ങിയിട്ടുള്ള ഭാഗത്തിനാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ പീരീഡ് എന്താണെന്ന് നോക്കാം. ഇൻ ഫിഗർ 1.11 വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ എടുക്കുന്ന സമയം എത്ര ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് Dയിലെത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഒരു വൈബ്രേഷൻ ആവുന്നത്. ഒരു വൈബ്രേഷൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 1 സെക്കൻഡാണ്. ദെൻ വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ദ വേവ് ഇൻ ഫിഗർ. അപ്പോൾ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരീഡ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈം നമ്മൾ സെക്കൻഡിലാണല്ലോ പറയുക. അപ്പോൾ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ഒരു ഓസിലേഷന് വേണ്ടി എടുക്കുന്ന സമയത്തിനാണ് എന്ത് പറയുന്നത്, പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 സെക്കൻഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ് ഫ്രീക്വൻസി. ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾ ദാറ്റ് പാസ് ത്രൂ എ പോയിൻ്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്ന സൈക്കിൾസിൻ്റെ എണ്ണത്തിനാണ് എന്ത് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇഫ് ദ വേവ് ഷോൺ ഇൻ ഫിഗർ 1.11 ടേക്സ് 1 സെക്കൻഡ് ടു ട്രാവൽ ഫ്രം O to D, ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. അതായത് O എന്ന പോയിന്റിൽ നിന്ന് D എന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴാണല്ലോ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എത്രയായിരിക്കും, 1 ഹെർട്സ് ആയിരിക്കും. നമുക്കറിയാം ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ്റെ എണ്ണത്തിനാണ് എന്ത് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 1 ഹെർട്സ് ആയിരിക്കും. നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടേമാണ് വേവ് ലെങ്ത്. ദ സ്റ്റേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ എ വേവ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഈസ് ഡെപ്പിക്റ്റഡ് ഇൻ ഫിഗർ 1.13a. അതായത് ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിരിക്കുന്നുണ്ട് ഒരു വേവിൻ്റെ, അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഒരു വേവിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നോക്കാം. ഇനി നമുക്ക് വേവ് ലെങ്ത് എന്താണെന്നാണല്ലോ അറിയേണ്ടത്. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അതായത് ഒരേ വൈബ്രേഷനിലുള്ള 2 അടുത്തടുത്ത പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരത്തിനാണ് വേവ് ലെങ്ത് എന്ന് പറയാം. മേ ബി 2
ക്രസ്റ്റ് തമ്മിലോ രണ്ട് ട്രഫ് തമ്മിലുള്ള ദൂരത്തിന് നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. അതായത് സെയിം മോഡ് ഓഫ് വൈബ്രേഷനിലായിരിക്കണം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഡ്യൂറിങ് ദ ടൈം ടേക്കൺ ബൈ ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. അതായത് മീഡിയത്തിൽ ഓരോ പാർട്ടിക്കിളും ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തിന് എടുക്കുന്നത് അത്രയും സമയം കൊണ്ട് ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ദൂരത്തിനാണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. The distance between two consecutive crests or two consecutive trough is also considered as the wavelength of a transverse wave. ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരമോ അല്ലെങ്കിൽ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരമോ നമുക്ക് എന്തായിട്ട് എടുക്കാം? വേവ് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് എ എന്ന പോയിൻറ്റും ഇ എന്ന പോയിൻറ്റും എന്ന് പറഞ്ഞാൽ സെയിം മോഡ് ഓഫ് വൈബ്രേഷൻ ആണ്. അതായത് രണ്ടും ക്രസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ എ എന്ന പോയിൻറ്റും ഇ എന്ന പോയിൻറ്റും തമ്മിലുള്ള ദൂരത്തിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി താഴെയുള്ള പോയിൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിയും ജിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? വേവ് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദ ഗ്രീക്ക് ലെറ്റർ ലാംഡ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് വേവ് ലെങ്ത്. ദ യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് ഈസ് മീറ്റർ. കാരണം ഇത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് മീറ്ററാണ് വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് വരുന്നത്. വേവ് ലെങ്ത്തിൻ്റെ സിമ്പൽ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ലാംഡ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. In figure 1.13a, which particle is in the same phase of vibration as particle A? എയുടെ അതേ ഫേസ് ഓഫ് വൈബ്രേഷനിൽ ആ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഏത് പാർട്ടിക്കിളാണ്, ഏത് പോയിൻ്റ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഇ ആണ്. ദെൻ ഇൻ ദ കേസ് ഓഫ് പാർട്ടിക്കിൾ പിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ക്യൂ ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് പാർട്ടിക്കിൾ ബി ആണെങ്കിൽ അവിടെ എഫ് ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ പിയും ക്യൂം എന്ന് പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ക്രസ്റ്റിൽ നിന്ന് താഴേക്ക് വരുന്ന ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ ബിയും എഫും എന്ന് പറഞ്ഞാൽ അതായത് താഴേക്ക് വരുന്ന ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ളതാണ്. അത് ശ്രദ്ധിക്കണം. മുകളിലും താഴെയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇൻ ഫിഗർ 1.13b വിച്ച് റെപ്രസെൻറ്റ് ദ വേവ് ലെങ്ത് ലാംഡ. ഈ ഫിഗർ 1.13bയിൽ ഇവിടെ എന്താണ് ലാംഡയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേവ് ലെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? CR ആണോ അതോ RR ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം RR ആണ്. അതായത് സെയിം മോഡ് ഓഫ് വൈബ്രേഷൻ. ദെൻ ഹിയർ CR റെപ്രസെൻറ്റ് ലാംഡ ബൈ 2 ഓർ ലാംഡ ബൈ 4. അതായത് ലാംഡ ബൈ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് സി മുതൽ സി വരെയുള്ള CC അല്ലെങ്കിൽ RR എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ ലാംഡ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് CR എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്? C to C വരെയുള്ള ദൂരം ലാംഡ ആണെങ്കിൽ C മുതൽ R വരെയുള്ളത് നമുക്ക് ലാംഡ ബൈ 2 ആയിട്ട് എടുക്കാം. The distance between two consecutive compression or two consecutive rarefaction is considered as a wavelength of a longitudinal wave. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ ട്രഫും ക്രസ്റ്റും അല്ല വരുന്നത്, കംപ്രഷനും റെയർ ഫ്രാക്ഷനുമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കംപ്രഷനുകൾക്കിടയിലുള്ള ദൂരമോ അല്ലെങ്കിൽ രണ്ട് റെയർ ഫ്രാക്ഷന് ഇടയിലുള്ള ആ ദൂരത്തിനെയോ നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. ദെൻ സ്പീഡ് ഓഫ് വേവ്. ദ സ്പീഡ് ഓഫ് എ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 second. അതായത് ഒരു സെക്കൻഡിൽ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് സ്പീഡ് എന്ന് പറയാം. നമുക്കറിയാം ഓൾറെഡി സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞത്. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസാണ് സ്പീഡ്. ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ഓഫ് എ വേവ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് ഒരു വേവിൻ്റെ സ്പീഡും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ വേവ് ട്രാവൽ 700 meter in 2 seconds, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ്? അത് സിമ്പിളാണ്. അതായത് 700/2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 350 meter per second ആയിരിക്കും അതിൻ്റെ ആൻസർ. ഈസ് ദർ എ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്? ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. പ്ലേസ് എ സ്ലിങ്കി ഓൺ എ ടേബിൾ. അല്ലേ, ഒരു ടേബിളിൽ ഒരു സ്ലിങ്കി വെക്കുക. സ്ട്രെച്ച് ബോത്ത് എൻഡ്സ് ഓഫ് ഇറ്റ്. ഇതിൻ്റെ രണ്ടറ്റവും വലിച്ചു പിടിക്കുക. ഹോൾഡ് വൺ എൻഡ് ഓഫ് ദ സ്ലിങ്കി ആൻഡ് ഓസിലേറ്റ് ഇറ്റ് ടു പ്രൊഡ്യൂസ് എ ട്രാൻസ്വേഴ്സ് വേവ് ഫോം. അതായത് ഒരറ്റം പിടിച്ചുകൊണ്ട് ഒരറ്റം എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്ത് വെക്കുക. മറ്റേ അറ്റം എന്ത് ചെയ്യുക? പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഓസിലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രാൻസ്വേഴ്സ് ഒരു വേവ് ഫോം ചെയ്യും. ദെൻ ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഈ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാൻ നല്ലപോലെ സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് ഒബ്സർവ് ദ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഫോം ജനറേറ്റഡ് ഇൻ ദ സ്ലിങ്കി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ വേവ്സ് അടുത്തടുത്തായിട്ട് നമുക്ക് വേഗം വേഗം ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വെൻ ദ ഫ്രീക്വൻസി ഇൻക്രീസ്ഡ്, വേവ് ലെങ്ത് ഡിക്രീസ്ഡ്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് ചേഞ്ച്ഡ്, വിൽ ദ വേവ് ലെങ്ത് ചേഞ്ച്? അതായത് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വേവ് ലെങ്ത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. An illustration of two waves of the same amplitude passing through a medium at the same time interval is given below. അതായത് താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് 1.14b.
ഈ രണ്ട് വേവ്സും സെയിം ആംപ്ലിറ്റ്യൂഡിലാണ് ഒരു സെയിം മീഡിയത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഇൻ ഫിഗർ 1.14a വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ്? അതായത് ഒന്നാമത്തെ ഫിഗറിൽ അതിൻ്റെ വേവ് ലെങ്ത് എത്രയായിരിക്കും നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. അവിടെ 4 മീറ്റർ ആയിരിക്കും ഫസ്റ്റ് ഫിഗറിൽ വരുന്നത്. കാരണം ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ദൂരം 4 മീറ്റർ ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഇൻ ഫിഗർ 2? അതായത് സെക്കൻഡ് ഫിഗറിൽ ബി എന്ന് പറഞ്ഞ ഫിഗറിൽ എത്രയായിരിക്കും വേവ് ലെങ്ത്? അതായത് 2 മീറ്റർ ആയിരിക്കും. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 മീറ്റർ ആകുന്ന സമയത്ത് ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. In figure 1.14a, if both the waves take 1 second to travel a distance of 12 meters, what is the frequency of the wave? അതായത് ഇവിടെ രണ്ട് വേവ്സും ട്രാവൽ ചെയ്യുന്നത് 12 മീറ്റർ ആണ്. ഈ രണ്ട് വേവ്സും 12 മീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫിഗറിൽ ഫ്രീക്വൻസി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്നുള്ള ഓസിലേഷൻ്റെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീക്വൻസി എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തെ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ 1, 2, 3 ഓസിലേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രീക്വൻസി 3 ഹെഡ്സ് ആണെന്ന് പറയാം. ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നോക്കേണ്ടത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന അതിനാണ് ഒരു ദൂരം അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയാം. അങ്ങനെ എത്ര സൈക്കിളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മതി. അപ്പോൾ 3 ആയിരിക്കും. ദെൻ ഇൻ ഫിഗർ 1.14b വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്? ഈ സെക്കൻഡ് ഫിഗറിൽ നോക്കുന്ന സമയത്ത് അവിടെ 6 ആണ് വരുന്നത്. 6 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 6 ഹെഡ്സ് ആയിരിക്കും. വിച്ച് വേവ് ഹാസ് എ ലോങ്ങർ വേവ് ലെങ്ത്? ഇതിൽ ഏതിനാണ് വേവ് ലെങ്ത് കൂടുതലുള്ളത്? എ ആണ്. വിച്ച് വേവ് ഹാസ് എ ഹയർ ഫ്രീക്വൻസി കൂടുതൽ ഏതിനാണ്? ബി ആണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി? അപ്പോൾ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ദ ടൈം ടേക്കൺ ബൈ ബോത്ത് ദ വേവ്സ് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 12 മീറ്റർ ഈസ് ഈക്വൽ. രണ്ട് വേവ്സും 12 മീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം സെയിം ആണ്. സോ ദ സ്പീഡ് ഓഫ് ദ വേവ് വിൽ ബി ഈക്വൽ. അതുകൊണ്ട് തന്നെ വേവിൻ്റെ സ്പീഡും ഈക്വൽ ആയിരിക്കും. When the speed is constant, frequency of the wave is inversely proportional to the wavelength. അതായത് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എഫ് പ്രൊപ്പോർഷണൽ ടു 1/λ. അതായത് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. അപ്പോൾ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേ ടേം കുറയുക ചെയ്യാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്പീഡ് ഓഫ് വേവ്, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. അപ്പോൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള നമ്മൾ റിലേഷൻ പഠിച്ചു. ദെൻ സ്പീഡ് ഓഫ് വേവും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ എന്ത് റിലേഷനാണെന്ന് നോക്കാം. അനലൈസ് ഫിഗർ 1.15 ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് ഗ്രാഫാണ്. 1.15 അതിൽ വാട്ട് ഈസ് എ വേവ് ലെങ്ത്? ലാംഡ. വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 2 മീറ്റർ ആണ്. If the wave takes 1 second to reach A from O, what is the frequency? അതായത് ഒരു വേവ് ഓയിൽ നിന്ന് എ എന്ന പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 1 സെക്കൻഡ് ആണെങ്കിൽ ഫ്രീക്വൻസി എത്ര ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ 3 ഹെഡ്സ് ആയിരിക്കും. ദ സ്പീഡ് ഓഫ് എ വേവ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ഇൻ 1 സെക്കൻഡ്. അതായത് സ്പീഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഈ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നെയല്ലേ എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ്? അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഈ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത്, ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് ഓഫ് എ വേവ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ സ്പീഡ് ഓഫ് എ വേവ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. അതായത് സ്പീഡ് ഓഫ് എ വേവ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിൻ്റെ സ്പീഡ് കിട്ടും. സോ വി ഈക്വൽ ടു എഫ് ലാംഡ എന്ന് എഴുതാം. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കണം. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫിഗർ 1.16 ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഫിഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ സ്റ്റേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ എ വേവ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഈസ് ഡെപ്പിക്റ്റഡ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു വേവിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഹൗ മെനി ക്രസ്റ്റ് ആർ ദർ ഇൻ ദ ഫിഗർ? ഇതിൽ എത്ര ക്രസ്റ്റ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് എണ്ണി നോക്കി അറിയാമല്ലോ. 3. ഹൗ മെനി ട്രഫ്സ് ആർ ദർ? എത്ര ട്രഫ് ഉണ്ട്? അതും 3. വാട്ട് ഈസ് എ വേവ് ലെങ്ത്ത്? വേവ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 മീറ്റർ ആയിരിക്കും. അതായത് അവിടെ 0 സ്റ്റാർട്ട് ചെയ്ത് ഒരു വേവ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മീറ്റർ ആയിരിക്കും. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ എയർ ഈസ് 35 ഹെഡ്സ്. അതായത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ 350 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ എയറിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ ഫ്രീക്വൻസി 35 ഹെഡ്സ് ആണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ
2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓഫ് ദിസ് വേവ്. ഈ വേവിൻ്റെ രണ്ട് അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അതായത് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. രണ്ട് കോൺസിക്യൂട്ടീവ് കംപ്രഷൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി പഠിച്ചൊരു ഇക്വേഷനാണ് V = F ലാംഡ. അങ്ങനെയാണെങ്കിൽ ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് ലാംഡ = V/F എന്ന് എഴുതാം. 350/35 = 10 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ വേവ് ലെങ്ത്. ദെൻ വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ? രണ്ട് അടുത്തടുത്ത റെയർ ഫ്രാക്ഷൻ തമ്മിലുള്ള ദൂരം എത്ര തന്നെയായിരിക്കും? അതായത് കംപ്രഷൻ ആണെങ്കിലും റെയർ ഫ്രാക്ഷൻ ആണെങ്കിലും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. 10 മീറ്റർ തന്നെ ആയിരിക്കും അതിൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 175 ഹെർട്സ് ഹാസ് എ വേവ് ലെങ്ത് ഓഫ് 2 മീറ്റർ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട്. അതായത് ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട്. അതിൻ്റെ സ്പീഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് ആ വേവിൻ്റെ. നമുക്കറിയാം സ്പീഡ് കാണാനുള്ള ഇക്വേഷന് V = F ലാംഡ ആണ്. സോ 175 × 2 = 350 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, താങ്ക്